ഹലോ എവ്രി വൺ, എല്ലാവർക്കും ക്രിസ്റ്റൽ എജു ഹബിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് മാത്തിന്റെ ക്ലാസ് ആണ്. സോ ഇന്നത്തെ ക്ലാസ് ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ആണ്. ഒരു ബിഗിനർ എന്ന നിലയിൽ ആർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സസ് തന്നെയാണ്. നമ്മൾ ഷോർട്ട് ട്രിക്കോ കാര്യങ്ങളോ അല്ല യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് ടോപ്പിക്കിൽ വരുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അധികം വൈകിക്കാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റിലുള്ള ക്വസ്റ്റ്യൻ വരുന്നത് ഒബ്വിയസ്ലി ഇതിന്റെ സിലബസും നമ്മൾ മാത്തിന്റെ സിലബസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ഒരു ടോപ്പിക് ഉണ്ട്, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. അപ്പൊ അതില് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ട്. സോ ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. എ മോട്ടോറിസ്റ്റ് ട്രാവൽ ടു എ പ്ലേസ് 150 കിലോമീറ്റർ away at an average speed of 50 kilometer per hour and return 30 kilometer per hour. Is average speed for the whole journey in kilometer per hour എന്നുള്ളതിലാണ്. അതായത് 150 കിലോമീറ്റർ അയാൾ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ അയാൾ പോയത് 50 കിലോമീറ്റർ സ്പീഡിലാണെങ്കിൽ റിട്ടേൺ വന്നപ്പോൾ 30 കിലോമീറ്റർ. ഒബ്വിയസ്ലി നമുക്ക് തിരിച്ചു വരുമ്പോൾ ക്ഷീണം കാര്യങ്ങളപ്പോൾ സ്പീഡ് കുറയും. അപ്പൊ അയാൾ ടോട്ടലായിട്ട് മൊത്തം യാത്രയിൽ അയാളുടെ ഒരു ആവറേജ് സ്പീഡ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ 150 ഡിസ്റ്റന്റ് തന്നിട്ടുണ്ട്, സ്പീഡ് 1 എന്ന് പറയുന്നത് 50, സ്പീഡ് 2 എന്ന് പറയുന്നത് 30 എന്ന് തന്നിട്ടുണ്ട്. സോ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ നമുക്ക് നമ്മോട് ചോദിക്കുകയാണ് ആവറേജ് സ്പീഡ് ഓഫ് ദ ജേർണി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇക്വേഷൻ ഇതാണ്, 2x1 x2 ഡിവൈഡഡ് ബൈ x1 പ്ലസ് x2 എന്നാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 150 കിലോമീറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. ഈ ഒരു ആവറേജ് സ്പീഡാണ് നിങ്ങളോട് ചോദിക്കണമെങ്കിൽ ഈ 150 കിലോമീറ്റർ ചുമ്മാ നിങ്ങളെ കൺഫ്യൂഷൻ എടുപ്പിക്കാൻ വേണ്ടി വെറുതെ തന്നതാണ്. സോ അതിലൂടെ മിസ്റ്റേക്ക് പറ്റുന്നവരുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് തരുമ്പോൾ അതെന്തായാലും യൂസ്ഫുൾ ആവുമല്ലോ എന്നുള്ള രീതിയിൽ അത് വെച്ചിട്ട് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ നമുക്ക് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ 150 കിലോമീറ്റർ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല ഈ ക്വസ്റ്റ്യനിൽ. ആവറേജ് സ്പീഡ് ചോദിക്കുന്നത് ഇതോ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സ്പീഡ് 50 ആണ്. അപ്പൊ 2 × 15 × 13 എന്ന് കൊടുക്കാം, ഡിവൈഡഡ് ബൈ 50 പ്ലസ് 13. ഞാൻ ഇതുപോലെ ഉള്ള രണ്ടക്ക സംഖ്യ ഒക്കെ വരുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇൻറ്റു ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും ഒക്കെ ഈസി ആക്കാറ്. സോ ആ ഒരു ഫോർമാറ്റിലോട്ട് മാറ്റലാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നമുക്ക് 18 കൊടുത്തു കഴിഞ്ഞാൽ ഈ 2ന് ഇവിടെ 14 കൊടുത്തു, ഈ 3 15 കൊടുത്തു, ഇവിടെ 20 കൊടുത്തു, പിന്നെ 5 കൊണ്ട് ഇതാക്കുമ്പോൾ ഇവിടെ 15 എന്നുള്ള 3 കൊടുത്തു. സോ നമുക്ക് ഇവിടെ എന്തായി, 15നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്, 15നെ 4 കൊണ്ട് 15നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 25 എന്ന് കിട്ടും. 25നെ ഒന്നും കൂടി, അതായത് 15ന്റെ ഹാഫ് എടുക്കാം, അപ്പൊ 25 എന്ന് കിട്ടും. 25ന്റെ ഹാഫ് എടുക്കുമ്പോൾ 12.5 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ആൻസർ 12.5 ആണ്. അതിന് 3 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ ഈസി അല്ലേ. 15 ഇവിടെ 6 ഉള്ള 7 കിട്ടും, ഇവിടെ 3 എന്ന് കിട്ടും, ഇവിടെ പോയിന്റ് ഇട്ടത്. അപ്പൊ 37.5 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ രീതിയിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. കാരണം കുറച്ചുകൂടി ഈസി ആവും. നമുക്ക് അവിടെ നമ്മുടെ മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. സോ ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് ആവറേജ് സ്പീഡ് ചോദിക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ഇക്വേഷൻ ആണ് 2x1 x2 ഡിവൈഡഡ് ബൈ x1 പ്ലസ് x2. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മുടെ ഏജ് റിലേറ്റ് ചെയ്തിട്ടുള്ള ദ പ്രോബ്ലംസ് ഓൺ ഏജ് ആണ്. ഏജ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒബ്വിയസ്ലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോ നമ്മൾ അത് തെറ്റിപ്പോകരുത്. എങ്ങനെയെന്നുള്ളത്, എന്താണ് ചോദിച്ചത്, എങ്ങനെയാണ് ചോദിച്ചത് എന്നുള്ളത് നമ്മുടെ ഒരു രീതിയിലോട്ട് മാറ്റിയിട്ട് ചെയ്യാം. സോ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങള്, എ മാൻ ഈസ് 30 years older than his son. ഒരാള് അയാളുടെ മകന്റെക്കാളും 30 വയസ്സിൽ കൂടുതലാണ്. അപ്പൊ മകൻ നമുക്ക് എക്സ് എടുക്കാം. അപ്പോ മകന്റെ വയസ്സ് എക്സ് ആണെങ്കിൽ അയാളെ വയസ്സ് എക്സ് പ്ലസ് 13 എന്നായിരിക്കും. സോ നമുക്ക് തന്നിട്ടുള്ളത് ഒരു 5 വർഷം കഴിഞ്ഞാല് അവരുടെ റേഷ്യോ 6 times ഏജ് ഓഫ്, അതായത് അയാൾക്ക് 1 ആണെങ്കിൽ മകന് 6 ആയിരിക്കും. അപ്പൊ മകന്റെ ഏജ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു റേഷ്യോയിലായിരിക്കും പോവുക.
6:2, അതായത് 1:6 എന്ന് പറയാം, 6:1 എന്ന് പറയാം. ഇത് അയാളുടെ റേഷ്യോ ആണ്. ഇതിങ്ങനെ ദ മാൻ ഈസ് ടു സൺ എന്നുള്ളതിലും സൺ ഈസ് ടു മാൻ എന്നുള്ളതിലും. അപ്പോ നമ്മൾ തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നമ്മുടെ മൈൻഡിൽ വേണം, എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ട് എന്താണ് ചോദിച്ചത് എന്നുള്ളത്. സോ നമ്മോട് പറഞ്ഞ 5 വർഷത്തിന് ശേഷം എന്ന് പറയുകയാണെങ്കിൽ മകന്റെ വയസ്സിൽ നിന്നും 5 കുറഞ്ഞു. ഇനി അയാളെ വയസ്സിൽ നിന്നും 30 - 5 കുറയും, x+25 എന്നായിരിക്കും. എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ എപ്പോഴും റേഷ്യോയില് തരുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് ആയിരിക്കും നമ്മൾ ചെയ്യുക. x/y ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ആദ്യം മകന്റെ വയസ്സ് x- ഇതും 5ഉം പിന്നെ x+25 എന്നുള്ള രീതിയിലും. അപ്പൊ 1/6 എന്ന് ആക്കാം. ഇത് മകന്റെ വയസ്സിന് നേരം മകന്റെ റേഷ്യോയും അച്ഛന്റെ വയസ്സിന് നേരം അച്ഛന്റെ റേഷ്യോയും. ഇനി എപ്പോഴും ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് 6 × x-5 എന്ന് കിട്ടും. പിന്നെ ഇവിടെ x+25 എന്നും കിട്ടും. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് 6x എന്ന് കിട്ടും, ഇവിടെ 30 എന്നും കിട്ടും, ഇവിടെ x+25 എന്ന് കിട്ടും. നമ്മൾ ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ 5x ആയിരിക്കും. ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് എന്തായിരിക്കും? പ്ലസ് ആവില്ലേ? മൈനസ് പ്ലസ് ആവുന്ന സമയത്ത് എങ്ങനെയാണ് കിട്ടുക? 55 എന്ന് കിട്ടും. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 11 എന്ന് കിട്ടും. നമ്മൾ ചോദിച്ചിട്ടുള്ളതും മകന്റെ ആള്, നമുക്ക് കിട്ടിയിട്ടുള്ളതും മകന്റെ ആള്. അപ്പൊ നമുക്ക് റേഷ്യോ ടൈപ്പ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഏജ് പ്രോബ്ലത്തിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ അനുസരിച്ചായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇതിന് പ്രത്യേകിച്ച് ഫോർമാറ്റോ കാര്യങ്ങളോ ഇല്ല. നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം ചെയ്യാൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിറക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കുന്ന ഡിറക്ഷൻ നമുക്ക് അറിഞ്ഞിരിക്കുന്നത് നോർത്ത്, സൗത്ത്, വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് എന്നുള്ള ഡിറക്ഷൻ അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. എ മാൻ വാക്ക് 40 മീറ്റർ ഇൻ നോർത്ത് ഡയറക്ഷൻ. നോർത്ത് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഇങ്ങനെ നിങ്ങൾ എഴുതണം. ഇങ്ങനെ 400 എന്ന് എഴുതണം. നോർത്തിലോട്ട് പോകുന്നു. ദെൻ ടുക്ക് എ ലെഫ്റ്റ് ടേൺ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങളോട് റൈറ്റ് ടേൺ ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് തിരിയുക. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി നിങ്ങളുടെ ലെഫ്റ്റ് ടേൺ ആണെന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് തിരിയുക. അപ്പൊ നമ്മളോട് ലെഫ്റ്റ് ടേൺ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഇങ്ങനെയാണ് തിരിയേണ്ടത്. അപ്പൊ 600 ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ അഗെയിൻ ലെഫ്റ്റ് ടേൺ നമ്മൾ ഇങ്ങനെയാണ് ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ് എങ്ങനെയാണ്? ഇങ്ങനെയാണ് വരുന്നത്. 400 ആണ്. ഹൗ ഫാർ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഫ്രം ഹിസ് ഒറിജിനൽ പൊസിഷൻ. നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഒറിജിനൽ പൊസിഷനിൽ നിന്നും എത്രയാണ് ദൂരം, ദെൻ ഏത് ഡയറക്ഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ളതാണ്. സോ ഒബ്വിയസ്ലി നമുക്കറിയാം ഇത് നോർത്തിലോട്ടാണ് പോയത്. ഇവിടുന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ വെസ്റ്റിലോട്ടാണ്. വെസ്റ്റിലോട്ടിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നതും. ദെൻ ഒരു ദൂരം എന്ന് പറയുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. അപ്പൊ 600 മീറ്റർ വെസ്റ്റിലാണ് ഇത് നിന്നിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, റൈറ്റ് ടേൺ എന്ന് പറയുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും, അതെ ലെഫ്റ്റ് ടേൺ എന്ന് പറയുകയാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമാണ് കേട്ടോ. അപ്പോ നിങ്ങൾ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് വരുമ്പോഴൊന്നും നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. സോ നമ്മുടെ ടെസ്റ്റ് വരുന്നത് സ്കോളർഷിപ്പ് ടെസ്റ്റ് ETC പേപ്പർ 1 നെക്സ്റ്റ് ഇയറിലോട്ടുള്ള സ്കോളർഷിപ്പ് ടെസ്റ്റ് വരുന്നത് നാളെയാണ്. നിങ്ങൾ ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയി രജിസ്റ്റർ ചെയ്യുക. ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. നിങ്ങളെ ഫ്രണ്ട്സിനെ കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഫിനാൻഷ്യലി ബുദ്ധിമുട്ട്, കോച്ചിങ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങളായിട്ട് നിങ്ങൾ മിസ് ചെയ്യരുത്. ഷെയറിംഗ് ഈസ് കെയറിംഗ് എന്നല്ല പറയാം. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക് യു.